ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തീഷ്ണമതിയായ ഏലിയ പ്രവാചകന്മാരുടെ പ്രവാചകൻ എന്നാണ് ഏലിയയെ അറിയപ്പെടുക. ഈശോയുടെ രൂപാന്തരീകരണ വേളയിലും യേശുവിൻ്റെ തൊട്ട് അടുത്തുള്ള ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നിച്ചായിരുന്നപ്പോൾ താബോർ മലയിൽ വെച്ച് ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയായ്ക്ക്, മറ്റൊന്ന് നിനക്ക്. ഞങ്ങൾ കൂടാരത്തിൻ്റെ കാവൽക്കാരായിരുന്നു കൊള്ളാം. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക ഗണത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഏലിയ. അവർ കാണുന്ന ദൃശ്യം നിയമവും പ്രവാചകന്മാരും ഈശോയിൽ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. നമ്മളോർക്കുക, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഗിലെയാദിൽ നിന്നുള്ള തീഷ്ണമതിയായ ഏലിയയെക്കുറിച്ച് കാണുക. ഏലിയ ആഹാബ് രാജാവിനോട് പറയുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, ആഹാബ് സമറിയയിലെ ഇസ്രായേൽ ജനങ്ങളുടെ രാജാവാണ്. ആഹാബ് പാപം ചെയ്തു. അവൻ്റെ പൂർവികരെക്കാൾ അധികമായി അവൻ പാപം ചെയ്തു. തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ അവനോട് സംസാരിക്കുന്നു. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് വരുംകാലങ്ങളിൽ മഞ്ഞോ മഴയോ ഞാൻ പറഞ്ഞല്ലാതെ പെയ്യുകയില്ല. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് വരുംകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഏലിയ പ്രവാചകനോട് പറഞ്ഞു, നീ വേഗം പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് നദിക്ക് സമീപം പോയി ഒളിച്ചു താമസിക്കുക. നിനക്ക് കെരീത്ത് നദിയിൽ നിന്ന് ജലം കുടിക്കാം. നിനക്ക് ഭക്ഷണത്തിനായി ഞാൻ കാക്കകളോട് പറഞ്ഞിട്ടുണ്ട്. കാക്കകൾ അവന് രാവിലെയും വൈകുന്നേരവും അപ്പവും മാംസവും കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്നു. വരൾച്ച വർദ്ധിച്ചപ്പോൾ, മഴ പെയ്യാതെ ആയപ്പോൾ ഈ അരുവിയിൽ വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, രാജാവിന് മുൻപിൽ തൻ്റെ ജീവനെ ഭയക്കാതെ ദൈവം പറയുന്ന വാക്കുകൾ അതേപടി പറയുന്ന ഏലിയ പ്രവാചകൻ. ആരെയും ഭയക്കേണ്ടതില്ല. ദൈവം നിന്നോട് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിയണം. കാലത്തിൻ്റെ അടയാളങ്ങൾ നോക്കി നീ സംസാരിക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ,
ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ നീ ജനത്തോട് പ്രത്യേകമായി പറയേണ്ടതായിട്ടുണ്ട്. നിനക്ക് വരാൻ പോകുന്ന തകർച്ചകളെക്കുറിച്ചും ദൈവം നിനക്ക് മുൻസൂചനകൾ നൽകും. അത് നീ ഒളിച്ചു വെക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഏലിയ പ്രവാചകൻ ദൈവത്തിന് വാക്കുകെട്ട് നീങ്ങിയപ്പോൾ അവന് ഭക്ഷിക്കുവാൻ അപ്പവും മാംസവും ജലവും ദൈവം അവന് കണ്ടെത്തി കൊടുക്കുകയും വരൾച്ച ബാധിച്ചപ്പോൾ അവനെ ദൈവം മറ്റൊരു സ്ഥലത്തേക്ക് നയിക്കാൻ പോവുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക. ദൈവവചനത്തിനും സഭാപ്രബോധനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുക. ഗിലെയാദിലെ തീക്ഷ്ണമതിയായ ഏലിയ, ഗിലെയാദിലെ പ്രവാചകനായ ഏലിയയെ പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് അവൻ്റെ സ്വരത്തിനനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള ഒരു വിളി എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായ സമർപ്പണം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഞങ്ങളുടെ അമ്മ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. അവരെ ആവശ്യങ്ങളിലേക്ക് കാനയിലെ വിവാഹവിരുന്നിൽ മറിയം കടന്നു ചെന്ന് ഒരാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ പറയുന്ന പോലെ ചെയ്യുക, തൻ്റെ പുത്രൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. അമ്മയുടെ മധ്യസ്ഥം വഹിക്കുന്ന എല്ലാ മക്കളോടും അമ്മയുടെ പ്രത്യേകമായ സ്നേഹമുണ്ടെന്നും അമ്മ അവരെ തിരുക്കുമാരസനിൽ എത്തിക്കുമെന്നും ഞങ്ങൾക്കറിയാം. അമ്മയുടെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.